ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ 10-ാം ഉദയമാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു, കാണാത്തവരൊക്കെ പോയി കാണണം. നാളെ മുതൽ നിങ്ങൾ തുടർച്ചയായി ഒരു 21 അല്ലെങ്കിൽ 48 ദിവസം ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ മന്ത്രം ചൊല്ലിയാൽ നമ്മൾ പണയം വെച്ചിരിക്കുന്ന സ്വർണം അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സ്, അതായത് ആധാരമൊക്കെ പണയം വെച്ച് പൈസ എടുത്തിട്ടുള്ളവർ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലം, സ്വർണം ഇവയൊക്കെ സ്വന്തമാക്കാൻ സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണ്. മന്ത്രവും സ്വിച്ച് വേർഡും കൂടി കണക്റ്റ് ചെയ്തിട്ടുള്ള 2 വരികൾ. ഈ മന്ത്രവും സ്വിച്ച് വേർഡും കൂടി കണക്റ്റ് ചെയ്ത് നമ്മൾ ചൊല്ലുമ്പം മന്ത്രം സ്വിച്ച് വേർഡ് വേറെ ചൊല്ലുന്നതിനേക്കാൾ ഇരട്ടി ഫലം നമുക്ക് ലഭിക്കും. അപ്പോൾ ആ ഒരു മന്ത്രം നമ്മൾ നാളെ മുതൽ ചൊല്ലി തുടങ്ങുകയാണ്. ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് പീരിയഡ്സ്, വാലായ്മ പോലെയുള്ള കാര്യങ്ങൾ കാരണം ചൊല്ലാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട. ഇത് ഏത് ദിവസവും നമുക്ക് ചൊല്ലി തുടങ്ങാവുന്നതാണ്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ദിവസങ്ങളിൽ ചൊല്ലി തുടങ്ങണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. നാളെ 10-ാം ഉദയമായതുകൊണ്ടും 10-ാം ഉദയത്തിൽ നമ്മൾ തുടങ്ങുന്ന എന്തൊരു കാര്യവും വിജയത്തിലെത്തിച്ചേരും എന്നുള്ളതുകൊണ്ടുമാണ് നാളെ തന്നെ ഇത് ചെയ്ത് തുടങ്ങാനായിട്ട് പറയുന്നത്. പ്രത്യേകിച്ച് മഹാലക്ഷ്മി കുബേര മന്ത്രങ്ങളൊക്കെ ചൊല്ലിത്തുടങ്ങാനും മഹാലക്ഷ്മി കുബേര പൂജകൾ ചെയ്യാനും വളരെ ഉത്തമമാണ്. നാളെ വ്യാഴാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും കുബേര പൂജ ചെയ്യുന്നവരായിരിക്കും. അതുമാത്രവുമല്ല, നാളെ ഗുരുപുഷ്യ യോഗം കൂടിയിട്ട് ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ പിറകിലെ മറ്റൊരു കാര്യം. അതായത് നാളെ രാത്രി 8:57 പൂയം നക്ഷത്രത്തിൻ്റെ ആരംഭമാണ്. വ്യാഴാഴ്ചയും പൂയം നക്ഷത്രവും ഒന്നിച്ചു വരുന്നതിനെ നമ്മൾ ഗുരുപുഷ്യ യോഗമെന്ന് പറയും. അതുകൊണ്ട് തന്നെ നാളെ ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നവരൊക്കെ നാളെ രാത്രി 8:57 ശേഷം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അതുമാത്രവുമല്ല, വേറൊരു പരിഹാരം കൂടി പറഞ്ഞു തരാം, നമ്മുടെ വീട്ടിലോട്ട് ധനവരവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പം നാളത്തെ ദിവസം എന്ന് പറയുന്നത് അത്രമാത്രം ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണ്. നാളെ നമ്മൾ ചൊല്ലേണ്ടുന്ന ആ മന്ത്രത്തെക്കുറിച്ച് പറയാം. അതിന് മുൻപായിട്ടൊരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ. ഇത് നമ്മൾ 1-2 ദിവസം ചൊല്ലിയിട്ട് ഒരിക്കലും നമുക്ക് ഫലം കിട്ടില്ല. നമ്മളിത് തുടർച്ചയായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ 21 അല്ലെങ്കിൽ 48 ദിവസങ്ങളിൽ നമ്മൾ ചൊല്ലണം. പിന്നെ പീരിയഡ്സ് വാലായ്മ വരുമ്പോൾ നമുക്ക് മുടങ്ങിപ്പോകും. ആ ഒരു ദിവസം നമ്മൾ കൗണ്ട് ചെയ്യാതിരുന്നാൽ മാത്രം മതിയാകും. അതുമാത്രവുമല്ല, ധനം എത്ര കാലം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അത്ര കാലം നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതുമാണ്. എല്ലാ ദിവസവും 27 തവണ മാത്രം നമ്മളിത് ജപിച്ചാൽ മതി. 108 പ്രാവശ്യം ചൊല്ലാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 108 പ്രാവശ്യവും ജപിക്കാവുന്നതാണ്. അപ്പം ആദ്യം തന്നെ നാളത്തെ ദിവസം രാവിലെയോ വൈകിട്ടോ എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് എല്ലാവരുടെയും വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ, വിഗ്രഹമൊക്കെ കാണും. ഇനി അതില്ലെങ്കിൽ പോലും ഒരു നെയ്ദീപം കൊളുത്തി വെക്കുക. ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ്ദീപം കൊളുത്തി വെക്കണം. കൊളുത്തി വെച്ചതിന് ശേഷം ഇപ്പം നിങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചിരിക്കുന്ന നിങ്ങളുടെ സ്വർണത്തിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ പണയം വെച്ചിരിക്കുന്ന റെസീപ്റ്റ്, ഇനി ആധാരമാണെന്നുണ്ടെങ്കിൽ ആധാരം, അല്ലെങ്കിൽ ആ പണയം വെച്ചിരിക്കുന്ന വസ്തുവിൻ്റെ ഫോട്ടോ, നമ്മുടെ വീടും സ്ഥലവും ഉൾപ്പെട്ടൊരു വസ്തുവായിരിക്കുമല്ലോ അതിൻ്റെ ഫോട്ടോ, എന്താണോ ഉള്ളത് അതെടുത്ത് നമുക്ക് മുൻപിലായിട്ട് ആദ്യം തന്നെ നമ്മൾ വെക്കണം. അതായത് ഒന്നെങ്കിൽ പണയം വെച്ച സ്വർണത്തിൻ്റെ ഫോട്ടോ, ബാങ്കിൽ വെച്ചിട്ടുള്ള അതിൻ്റെ റെസീപ്റ്റ്, ആധാരമാണെന്നുണ്ടെങ്കിൽ ആധാരത്തിൻ്റെ നമ്മൾ പണയം വെച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത്, അങ്ങനെ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ ഫോട്ടോ, വീടും സ്ഥലവും ഉൾപ്പെട്ട വസ്തുവിൻ്റെ ഫോട്ടോ നമ്മുടെ മൊബൈൽ ഫോണിലാണെങ്കിലും എടുത്ത് നമ്മുടെ ഫ്രണ്ടിൽ വെച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് ഇത് എന്നിലോട്ട് തിരിച്ചു കൊണ്ട് തരണമെന്ന് മഹാലക്ഷ്മിയോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഈ മന്ത്രം ചൊല്ലുക. മന്ത്രം പ്ലസ് സ്വിച്ച് വേർഡ് ഇതാണ്: ഓം ശ്രീം ക്ലീം ഗോൾഡ് കൗണ്ട് ഡിവൈൻ നൗ. ഓം ശ്രീം ക്ലീം ഗോൾഡ് കൗണ്ട് ഡിവൈൻ നൗ. ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ക്ലീമും ശ്രീമും മഹാലക്ഷ്മി ദേവിയുടെയും അതേപോലെ തന്നെ ഭഗവാൻ വിഷ്ണുവിൻ്റെയും ബീജമന്ത്രങ്ങളാണ്. അതുമാത്രവുമല്ല, ഇൻസ്റ്റൻ്റ് ആയിട്ട് അട്രാക്ഷനും അതേപോലെ ഐശ്വര്യവുമാണ് ഈ 2 മന്ത്രങ്ങൾ നമുക്ക് കൊണ്ടുതരുന്നത്. അതുമാത്രവുമല്ല, ഈ ഗോൾഡ് കൗണ്ട് ഡിവൈൻ നൗ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡ്സ് ആണ്. അപ്പം ഇത് മൊത്തത്തിൽ നമ്മളൊരു കമ്പൈൻ ചെയ്ത്, അതായത് സ്വിച്ച് വേർഡ് പ്ലസ് മന്ത്രമായിട്ട് നമ്മളൊരു കോമ്പിനേഷൻ ഉണ്ടാക്കിയാണിത് ചൊല്ലുന്നത്. അങ്ങനെ ചൊല്ലുമ്പം നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മളിലോട്ട് ആകർഷണമായി വന്നു ചേരുമെന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെ ചെയ്താൽ കിട്ടുമോ, ഇതൊക്കെ ചുമ്മാതല്ലേ എന്ന് പറഞ്ഞ്
വിശ്വാസമില്ലാതെ നമ്മളിത് ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഫലവും ഇതിന് കിട്ടില്ല. അത് ഞാൻ ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. വിശ്വാസപൂർവ്വം ഇത് ചെയ്യണം. ഇനി നിങ്ങൾക്ക് വീടില്ല, ആഭരണങ്ങളില്ല, ഇത് നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് എനിക്ക് 1 കോടിയുടെ വീട് വേണം, അല്ലെങ്കിൽ എനിക്ക് 10 പവൻ്റെ 15 പവൻ്റെ ഒരു വലിയ മാല വേണം എന്നൊന്നും ആഗ്രഹിച്ചു ആ ഫോട്ടോ എടുത്ത് വെച്ച് ദയവ് ചെയ്ത് നിങ്ങളിത് ചൊല്ലരുത്. അതായത് അത്യാഗ്രഹം പാടില്ല. നിങ്ങൾക്ക് വേണ്ടത്, ഇപ്പം ഒരു സ്വർണവും ഇല്ലാത്തൊരു വ്യക്തി ആഗ്രഹിക്കുന്നത് എനിക്ക് 1 പവൻ്റെ മാല എങ്കിലും വേണമെന്ന് ആഗ്രഹിക്കും. അപ്പം ആ 1 പവൻ്റെ മാല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ കണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് മൊബൈലിൽ വെച്ച് നോക്കി ചൊല്ലണം. ഇനി അങ്ങനല്ല, എനിക്ക് വീടില്ലെന്നുണ്ടെങ്കിൽ ഒരു വീട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു വീട്, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു വീടിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കുക. ഇനി വാഹനമാണെങ്കിൽ വാഹനം. സോ നമുക്ക് എന്താണോ വേണ്ടത് അത് ഒരു ഫോട്ടോയാക്കി കണ്ടുപിടിച്ചിട്ട് അത് നമ്മുടെ മൊബൈലിൽ നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മന്ത്രം 21 പ്രാവശ്യം ജപിക്കാം. ഓം ശ്രീം ക്ലീം ഗോൾഡ് കൗണ്ട് ഡിവൈൻ നൗ. ഇത് 21 പ്രാവശ്യം ജപിക്കാം. ഏറ്റവും കൂടുതൽ 108 ചൊല്ലിയതിന് ശേഷം നമ്മൾ മഹാലക്ഷ്മി ദേവിയോട് ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്കിത് തന്നതിന് നന്ദി എന്നും കൂടി പറയുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, അത് സ്വർണമാണെങ്കിലും വീടാണെങ്കിലും വസ്തുവാണെങ്കിലും ഡ്രസ്സാണെങ്കിലും വാഹനമാണെങ്കിലും എന്താണെങ്കിലും, എന്നാണോ നിങ്ങൾക്കത് സ്വന്തമായി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന അന്ന് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒരു എമൗണ്ട് ഡൊണേറ്റ് ചെയ്യുക. എമൗണ്ടായിട്ട് ഡൊണേറ്റ് ചെയ്യാം, അന്നദാനമായിട്ട് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അത് വളരെ വളരെ പവർഫുള്ളാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം നിങ്ങൾക്കിത് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതരാൻ സഹായിക്കുന്ന രീതിയിലുള്ളതാണ് ഈ ഒരു സ്വിച്ച് വേർഡ് പ്ലസ് മന്ത്ര എന്ന് പറയുന്നത്. നാളെ ഇത് നിങ്ങൾ ചൊല്ലി തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ഫലം കിട്ടും. ഇതിൻ്റെ ഫോട്ടോ മസ്റ്റാണ് കേട്ടോ. ഫോട്ടോയും കൂടി വെച്ചിട്ട് വേണം നമ്മളിത് ചൊല്ലാൻ വേണ്ടി. കാരണം ഇവിടെ മന്ത്ര പ്ലസ് സ്വിച്ച് വേർഡാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മുടെ കണ്ടുകൊണ്ട് നമ്മൾ മന്ത്രം ചൊല്ലുമ്പം അത് പെട്ടെന്ന് നമ്മളിലോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടും. അതാണ് ഇതിന് പുറകിലുള്ള തത്വം എന്ന് പറയുന്നത്. ഇനി നാളെ വ്യാഴാഴ്ചയും പൂയം നക്ഷത്രവും ഒന്നിച്ചു വരുന്ന ദിവസമാണ് ഗുരുപുഷ്യ യോഗം. 8:57 ആരംഭിക്കുന്ന നാളെ രാത്രിയിൽ. സോ ലക്ഷ്മി കുബേര പൂജ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ നാളെ രാത്രി 8:57 ശേഷം ലക്ഷ്മി കുബേര പൂജ ചെയ്യുക. നല്ല ഫലം ലഭിക്കും. ഇനി അതല്ലാതെ നമ്മുടെ വീട്ടിലോട്ട് ധനം വരണം, ധനവരവ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾ ഒരു ആലില എടുക്കണം. സാധാരണ നമ്മൾ ശനിയാഴ്ചയാണ് ആലിൽ നിന്നും ആലില പറിക്കുന്നത്. ഇതിപ്പോൾ നമ്മളൊരു പരിഹാരത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആലിൻ്റെ ചൂട്ടിൽ പോയി ആലിനെ തൊട്ട് ഞാനൊരു പരിഹാരത്തിന് വേണ്ടിയിട്ട് ആലില പറിക്കുകയാണ്. ആ പരിഹാരം എനിക്ക് വിജയമായി തീരാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം. അതുമാത്രവുമല്ല, നാളെ 10-ാം ഉദയം ആയതുകൊണ്ട് തന്നെ 21 പ്രാവശ്യം നമ്മൾ ആലിന് നാളെ പ്രദക്ഷിണം ചെയ്യുന്നത് നല്ല ഫലം നമുക്ക് തരുന്ന കാര്യമാണ്. അപ്പോൾ അതും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, വീടിനടുത്ത് ആൽമരമുള്ളവർക്ക് ആൽമര ചുവട്ടിൽ പോയി ജലം സമർപ്പിച്ചൊരു ദീപം കൊളുത്തി വെച്ച് ആൽമരത്തിന് 18 പ്രാവശ്യം 21 പ്രാവശ്യമോ പ്രദക്ഷിണം ചെയ്യാം. തടസ്സങ്ങളുള്ളവർ 18 പ്രാവശ്യവും ആഗ്രഹ സാധ്യത്തിന് 21 പ്രാവശ്യവും. അതാണ് നാളത്തെ ദിവസത്തെ പ്രദക്ഷിണ കണക്കെന്ന് പറയുന്നത്. അതിനുശേഷം ആൽമരത്തിൽ നിന്നും ഒരു ആലില പറിക്കണം. ഒരുപാട് വലുതൊന്നും വേണ്ട, ചെറിയൊരു ആലില മതി. കീറലുകളോ കുത്തലുകളോ ഒന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു ആലില പറിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതുകൊണ്ടോ അല്ലെങ്കിൽ ശുദ്ധമായ ജലത്തിലോ കഴുകി തുടച്ച് ആ വെള്ളമയം ഒന്ന് മാറ്റിയെടുത്തിട്ട് ശ്രീം എന്നുള്ള മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം, ചുമന്ന കളർ കുങ്കുമം എടുക്കണം. അതിലോട്ട് റോസ് വാട്ടർ, പച്ചക്കർപ്പൂരം, കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ കുങ്കുമപ്പൂ, ഇതൊന്നുമില്ലെങ്കിൽ ചുമന്ന കളറിലെ കുങ്കുമത്തിലോട്ട് ഫ്രഷ് ആയിട്ടുള്ള ജലം ഒഴിച്ച് മിക്സാക്കി നമ്മുടെ വലത്തെ കൈയിലെ മോതിര വിരൽ കൊണ്ട് നമ്മൾ ശ്രീം എന്നുള്ള മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം എഴുതി ക്യാഷ് ബോക്സിൽ വെക്കും. ഇതിന് മുൻപും വ്യാഴാഴ്ചയും പൂയം നക്ഷത്രവും വന്ന സമയത്ത് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ ക്യാഷ് ബോക്സിൽ ആ ആലിൽ ഇരിപ്പുണ്ടെങ്കിൽ അതെടുത്ത് ഒന്നെങ്കിൽ ഒഴുകുന്ന ജലത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ കളഞ്ഞിട്ട് വേണം ഈ പുതിയ ആലില നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ധനവരവ്, ധനത്തിൻ്റെ ഒരു ഫ്ലോ ഉണ്ടാക്കി തരുന്നതായിരിക്കും. അപ്പോൾ നാളെ ഇതും നിങ്ങൾ ചെയ്യാനായിട്ട് മറക്കരുത്. നല്ല ഫലം തന്നെ നിങ്ങൾക്ക് ഇതുവഴി ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ മന്ത്രം നാളെ ചൊല്ലാൻ തുടങ്ങുക. പറ്റാത്തവർക്ക് 7 ദിവസവും തുടങ്ങാം. അതേപോലെ ശ്രീം എന്നുള്ളത് നാളെ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. വ്യാഴാഴ്ചയും പൂയം നക്ഷത്രവും വരുന്ന ആ ഒരു സമയത്ത് മാത്രം. എല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്യൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.